നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചിലരെ ഓർത്തിരിക്കാൻ ഒരുപാട് കാലം കണ്ട് പരിചയമൊന്നും വേണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് മനസ്സിൽ ഇരിപ്പുറപ്പിക്കുന്ന ചിലരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരു നിമിഷം കൊണ്ട് വസന്തത്തിൻ്റെ മുഴുവൻ പൂക്കളുടെയും നിറങ്ങൾ സമ്മാനിച്ചവർ. മറക്കാൻ പാടില്ല, മറക്കരുതാത്ത ആ നല്ല ഓർമ്മയിലെ മുഖങ്ങൾ. അത്തരം നല്ല ഗാനങ്ങളുടെ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച് മടങ്ങിയ സംഗീത സംവിധായകൻ രഘുകുമാറിന്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പൂതേരി ബംഗ്ലാവ് എന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു പുരാതന തറവാടാണ്. റോയൽ ഫാമിലി എന്ന് തന്നെ പറയാം. അതാണ് സംഗീത സംവിധായകൻ രഘുകുമാറിന്റെ തറവാട്. ധാരാളം ബിസിനസ്സുകളും സിനിമാ തിയേറ്ററുകളും ഭൂസ്വത്തുക്കളുമുള്ള കുടുംബത്തിൽ നിന്നും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച കലാകാരനാണ് രഘുകുമാർ. ബേസിക്കലി അദ്ദേഹം ഒരു തബലിസ്റ്റ് ആയിരുന്നു. കോഴിക്കോട് ആകാശവാണിയിലെ എ ഗ്രേഡ് തബലിസ്റ്റ്. എന്റെ 2 ചിത്രങ്ങളിൽ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ അദ്ദേഹവുമായി എനിക്ക് വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മിക്ക കാര്യങ്ങളും ഞാനുമായി ഷെയർ ചെയ്തിട്ടുമുണ്ട്. ധന്യ ഫിലിംസ് എന്ന ബാനറിൽ രഘുവേട്ടനും അദ്ദേഹത്തിന്റെ സഹോദരനായ മുരളിയും ചേർന്ന് നിരവധി മലയാള സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നടൻ സുകുമാരന് വലിയൊരു ബ്രേക്ക് കൊടുത്ത ചിത്രമായിരുന്നു സുരാസു എഴുതി ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പം എന്ന ചിത്രം. മലയാളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഹൊറർ മൂവിയാണ് ലിസ. മറ്റൊരു ചിത്രമായ സർപ്പവും ധന്യ ഫിലിംസ് ആണ് നിർമ്മിച്ചത്. ഇതുകൂടാതെ രഘുകുമാർ തനിച്ച് 2 ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ജോഷി സംവിധാനം ചെയ്ത് സുകുമാരൻ നായകനായ ധീര എന്ന ചിത്രവും ജയൻ നായകനായി ബേബി സംവിധാനം ചെയ്ത അനുപല്ലവി എന്ന ചിത്രവുമാണത്. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഈശ്വര ജഗദീശ്വര എന്ന ചിത്രം. എന്നാൽ ആ ചിത്രത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടായില്ല, അത് വെളിയിൽ വന്നതുമില്ല. അങ്ങനെ നോക്കിയാൽ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്ത അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം 1981 പുറത്തിറങ്ങിയ PT രാജൻ സംവിധാനം ചെയ്ത വിഷം എന്ന ചിത്രമായിരുന്നു. ആ ചിത്രം ഒരു പരാജയവുമായിരുന്നു. രഘുകുമാർ എന്ന സംഗീത സംവിധായകനെ കേരളം ശ്രദ്ധിച്ചു തുടങ്ങിയതും തിരിച്ചറിഞ്ഞതും 1985-86 കാലഘട്ടത്തിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സുവർണ കാലവുമായിരുന്നു. അക്കാലത്ത് ഹിറ്റ് പാട്ടുകളുടെ ഒരു പെരുമഴക്കാലം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. ബോയിങ് ബോയിങ്, ശ്യാമ, താളവട്ടം തുടങ്ങിയ ചിത്രങ്ങൾ. താളവട്ടത്തിലെയും ശ്യാമയിലെയും മുഴുവൻ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇവിടെ അതിന്റെ 2 വരികൾ എനിക്കറിയാവുന്ന രീതിയിൽ പാടാമെന്ന് വെച്ചാൽ നിങ്ങളിൽ ചിലർക്കത് പിടിക്കത്തുമില്ല. എന്നാൽ അതിന്റെ ഒറിജിനൽ 2 വരി കേൾപ്പിക്കാമെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അതിന് അനുവദിക്കത്തുമില്ല. അങ്ങനെയെങ്കിൽ 2 വരികൾ അങ്ങ് പറയാം അല്ലെ? ശ്യാമയിലെ ചെമ്പരത്തിപ്പൂവേ ചൊല്ലു ദേവന നീ കണ്ടോ, അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണരഥഘോഷം. സോറി, ഞാനങ്ങ് പാടിപ്പോയതാണ്. ഈ പാട്ടൊന്നും മൂളാത്തതും കേൾക്കാത്തതുമായ മലയാളികൾ ഉണ്ടാകുമോ? അതുപോലെ താളവട്ടത്തിലെ മൗനം വാങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനവും, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലോ എന്ന് തുടങ്ങി അതിലെ എല്ലാ പാട്ടുകളും പുതുതലമുറയും പഴയ തലമുറയും ഇനി വരുന്ന തലമുറയും ഏറ്റുപാടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട്ടെ പൂതേരി ബംഗ്ലാവിൽ നിന്നും രഘുവേട്ടൻ മദ്രാസിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഒരുക്കങ്ങൾ തുടങ്ങും. മദ്രാസിലെ ഉഡ്ലാൻഡ്സിലെ കോട്ടേജിലായിരിക്കും ക്യാമ്പ്. രാജാമണി ഉൾപ്പെടെയുള്ള ഒരുപറ്റം സംഗീതജ്ഞർ തബലയും ഹാർമോണിയവും ഒക്കെയായി ആ കോട്ടേജിലെത്തും. പിന്നെ അദ്ദേഹം തിരികെ പോകുന്നത് വരെ ആഘോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. MGR ഭരിക്കുമ്പോൾ DGP ആയിരുന്ന മോഹൻദാസ് വിവാഹം ചെയ്തിരുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു. ആ സാഹചര്യത്തിൽ രഘുകുമാറിന് അവിടെ ഉണ്ടായിരുന്ന വിലയും നിലയും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ കേട്ടറിവൊന്നുമല്ല, ഞാൻ നേരിൽ കണ്ടു
കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അദ്ദേഹം നിർമ്മാണ പങ്കാളിയായ ലിസ ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ തറവാടായ പൂതേരി ബംഗ്ലാവിലായിരുന്നു. ഏതാണ്ട് 30ഓളം ദിവസം അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരുന്നത് ഭവാനി എന്ന നടിയായിരുന്നു. അക്കാലത്ത് അവർ പ്രേം നസീറിന്റെയും ജയന്റെയും സുകുമാരന്റെയും ഒക്കെ നായികയുമായിരുന്നു. ശരിക്കും മലയാളിയല്ല എങ്കിലും അവർ മലയാളം ഒരുവിധം നന്നായി സംസാരിക്കുമായിരുന്നു. ലിസയുടെ ദീർഘനാളത്തെ ഷൂട്ടിംഗ് പൂതേരി ബംഗ്ലാവിൽ കഴിഞ്ഞപ്പോഴേക്കും ഭവാനിയും രഘുകുമാറും പ്രണയബന്ധിതരായി കഴിഞ്ഞിരുന്നു. അധികം താമസിയാതെ ഈ രണ്ട് കൂട്ടരുടെയും കുടുംബങ്ങളുടെ സമ്മതത്തോടെ വിവാഹവും നടന്നു. രഘുകുമാറിന്റെ മറ്റൊരു സഹോദരനായ മുരളിയാണ് നടി വിധുബാലയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഞാൻ സംവിധാനം ചെയ്ത കൊട്ടും കുരവയും എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം രഘുകുമാർ ആയിരുന്നു. അതിലേക്ക് വരാൻ കാരണം അതിന്റെ നിർമ്മാതാവ് ഈരാളിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു രഘുകുമാർ. ആ സിനിമയിലെ ഗാനങ്ങൾ എഴുതിയിരുന്നത് മുൻമന്ത്രിയായ പന്തളം സുധാകരനുമായിരുന്നു. ആ ചിത്രത്തോടു കൂടിയാണ് അദ്ദേഹം ഞാനുമായി വ്യക്തിപരമായി കൂടുതൽ അടുക്കുന്നത്. വളരെ നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ഹരിമുരളീരവം എന്ന പാട്ടിന്റെ ഇടയിൽ വരുന്ന ജതി പാടി തബല വായിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. സിനിമയിലെ കുത്തിത്തിരിപ്പും കുന്നായ്മയും പരിദൂഷണവും ഒന്നുമില്ലാതെ ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഇത്തരം വ്യക്തിത്വങ്ങൾ സിനിമയിൽ അപൂർവവുമായിരുന്നു. കഴിവുള്ള സംഗീതജ്ഞന്മാരെ പുകഴ്ത്തി പറഞ്ഞാൽ ചില പാട്ടുകാർക്ക് അത് പിടിക്കില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. തിരുവനന്തപുരത്തുള്ള ഒരു പാട്ടുകാരനായ യൂട്യൂബർ ഈ കഴിഞ്ഞ ദിവസം അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ അയാൾ പറഞ്ഞത് പലരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അയാൾ പറയുന്നു, ഏതോ ഒരുത്തൻ ആലപ്പുഴക്കാരന്റെ ഒരു പന്ന ചാനലുണ്ട്, അതിലൂടെ അയാൾ പറയുന്നു ഞാൻ ഫ്ലാറ്റ് മാറി കയറി കിടന്നുറങ്ങിയത് വലിയ കാര്യമായി അയാൾ ചാനലിലൂടെ തട്ടിവിട്ടു എന്ന്. ആ വിഷയം ഈ പാട്ടുകാരൻ നാനാ വാരികയിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതായിട്ടും പറയുന്നു. ജീവിതത്തിൽ നുണകളുടെ താഴിട്ട് സൂക്ഷിക്കുന്നതിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല എന്നോർക്കുക. അടിച്ചു പൂക്കുറ്റിയായി വല്ലവന്റെയും ഫ്ളാറ്റിൽ കയറി ചെന്ന് ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ കൂടെ കയറി കിടന്നത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അത് വെളിപ്പെടുത്തിയത് ഞാനായിരുന്നു എന്നുള്ളതാണ് സത്യം. നാനാ ഫിലിം വാരികയിൽ അഷ്റഫ് കഥകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചതായിരുന്നു ആ സംഭവം. വിശ്വാസം നഷ്ടപ്പെടുവാൻ ഒരു നിമിഷം മതി, പക്ഷേ അത് നേടിയെടുക്കുവാൻ ഒരായസ് തന്നെ പോരാതെ വരും. അയാൾ ഫ്ലാറ്റ് മാറിക്കയറി കിടന്നുറങ്ങിയ കഥ ഞാൻ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചത്. കാരണം കൂടുതൽ അയാളെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചാണ്. അവിടെ നിന്നും തല്ലുകൊള്ളാതെയും പീഡന കേസിൽ പെടാതെ പോലീസിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം ഓർക്കണം. പാട്ട് കൊള്ളില്ല, മറ്റൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞ ആളുടെ മൂക്കാമണ്ട അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഭൂലോക തട്ടിപ്പുകാരൻ മോൺസൺ മാവങ്കലിന്റെ കൂടെ ചേർന്ന് വജ്രമോതിരം ധരിച്ചതും ആർത്തിമൂത്ത് സർക്കാർ ഭൂമി കയ്യേറി ബംഗ്ലാവ് പണിതതും ഇതൊക്കെ പൊതുസമൂഹം കണ്ടതാണെന്നും കേട്ടതാണെന്നും ഓർക്കണം. ഇതൊക്കെ 10,000 രൂപ കൊടുത്ത് ഒതുക്കാവുന്നതാണോ സുഹൃത്തെ? ഇയാളുടെ ഈ ചൊറിച്ചലിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. പ്രിയദർശന്റെ ചിത്രത്തിൽ ദാസേട്ടൻ പാടാത്തത് കാരണം കുറച്ച് മികച്ച ഗാനങ്ങൾ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ? മലയാളത്തിലെ എല്ലാ ഗാനസ്നേഹികളും അത് അംഗീകരിച്ചതുമല്ലേ? അത് പോകട്ടെ, ഇനി നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രഘുകുമാറിലേക്ക് തിരിച്ചു വരാം. രഘുകുമാറിന്റെ അവസാന കാലങ്ങൾ വളരെ ദുരിതപൂർണമായിരുന്നു. അതിന്റെ പ്രധാന കാരണം സിനിമാ നിർമ്മാണം മദ്രാസിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താമസം കേരളത്തിലും, സിനിമ കേരളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ അദ്ദേഹത്തിന്റെ താമസം മദ്രാസിലുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അമിത മദ്യാസക്തിയും മറ്റൊരു കാരണമാണ്. പണ്ട് ഞാൻ ജീവൻ ടിവിയുടെ പ്രോഗ്രാം ചീഫായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അപ്പോൾ എന്റെ മനസ്സിൽ നിർമ്മാതാവ് ഈരാളി രഘുവേട്ടനെ കുറിച്ച് പറഞ്ഞ ഒരു കഥ ഓർമ്മ വന്നു. മദ്രാസിലെ ഫ്ളാറ്റിൽ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു കൊതുക് കടിച്ച് എന്ന കാരണത്താൽ അപ്പോൾ തന്നെ ഈരാളിയും കൂട്ടി സ്റ്റാർ ഹോട്ടലിൽ പോയി റൂം എടുത്ത് കിടന്നുറങ്ങിയെന്ന്. വലിയ ആർഭാട ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പണം വാരി വലിച്ച് ചെലവാക്കുവാൻ
യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ജീവൻ ടിവിയിൽ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കുമോ എന്ന് എന്നോട് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇവിടെ ജോലി ചെയ്താൽ വളരെ തുച്ഛമായ ശമ്പളമേ ലഭിക്കൂ. അതുകൊണ്ട് ചേട്ടൻ ചാനലിന് വേണ്ടി കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്യൂ. അങ്ങനെ പാട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല പ്രോഗ്രാമുകൾ ചെയ്തു. അങ്ങനെ നല്ല സാമ്പത്തിക സഹായവും അവിടെ നിന്ന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്റെ അറിവിൽ ഒരേ ഒരാളെ സഹായിച്ചിട്ടുള്ളൂ. അത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയെ പാട്ടെഴുത്ത് രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് രഘുകുമാറാണ്. ഗിരീഷ് പുത്തഞ്ചേരി പല അഭിമുഖങ്ങളിൽ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ലാതെ അവർക്കൊക്കെ ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച ഈ സംഗീത സംവിധായകന് 10 പൈസയുടെ സഹായം ഈ പാട്ടുകാരും ചെയ്തിട്ടില്ല. 10,000 രൂപ എന്ന് വീമ്പിളക്കുന്ന ആരും 10 പൈസയുടെ സഹായം പാവങ്ങൾക്ക് ചെയ്യാറില്ല. നമ്മളൊക്കെ എന്നും തനിച്ചാണ്. ഇരുട്ടായാൽ നിഴൽ പോലും കൂടെ കാണില്ല. ആരെയും കാത്തിരിക്കേണ്ടതില്ല. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.